ഒരാണ്ടിന്റെ കാത്തിരിപ്പിനും ഒരുക്കങ്ങൾക്കും വിരാമമിട്ട് കാഴ്ചകളുടെ വസന്തോത്സവത്തിന് കേളികൊട്ടുയരുകയായി. നാളെയാണ് തൃശൂർ പൂരം. 36 മണിക്കൂർ നീളുന്ന പൂരങ്ങളുടെ പൂരത്തിന്റെ മതിവര കാഴ്ചകൾക്കായി പൂരനഗരി ഒരുങ്ങി. ആശങ്കകൾ ഒഴിഞ്ഞ പൂരപ്രേമികളുടെ മനസ്സിൽ ഇനി ആഘോഷത്തിമിർപ്പിന്റെ മണിക്കൂറുകൾ. വടക്കുംനാഥന് മുന്നിൽ അരങ്ങേറുന്ന ദേവോത്സവത്തിലേക്ക് ദേശദൈവങ്ങളുടെ സാന്നിധ്യമറിയിച്ച് നാളെ രാവിലെ ഘടകപൂരമായ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനെ വണങ്ങാൻ ആദ്യം എത്തുന്നതോടെ പൂരനഗരി പൂരപ്രഭയിലാകും. പിന്നീട് സമയക്രമമനുസരിച്ച് മറ്റ് ഘടകപൂരങ്ങളായ ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കൂട്ടുകാവ്, അയ്യന്തോൾ, കുറ്റൂർ, നെയ്തലക്കാവ് ഭഗവതിമാരും പനമുക്കപ്പിള്ളി ശാസ്താവും ഗജവീരന്മാരുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെ എഴുന്നള്ളി വടക്കുംനാഥനെ പ്രണമിക്കാനെത്തും. തിരുവമ്പാടി ഭഗവതി രാവിലെ 7:30-ക്കാണ് നടപ്പാണ്ടി കൊട്ടി പൂരപ്പുറപ്പാടിനിറങ്ങുക. പഴയ നടക്കാവ് നടുവിൽ മഠത്തിൽ 11:30-യോടെ കോങ്ങാട് മധു തിമിരയിൽ ആദ്യ താളമിടുന്നതോടെ തിരുവമ്പാടിയുടെ പ്രസിദ്ധമായ മഠത്തിൽ വരവിന് തുടക്കമാകും. നാളെ തൃശ്ശൂർ പൂരം ആഘോഷിക്കുകയാണ്. വളരെയധികം പ്രതിസന്ധികളും ആശങ്കകളും തരണം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ പൂരം ആഘോഷിക്കുന്നത്. ഇക്കൊല്ലത്തെ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി തന്നെ നടക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഉച്ചയ്ക്ക് 12-ന് പാറമേക്കാവ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകുമ്പോൾ ചെമ്പടതാളം നഗരത്തിൽ മുഴങ്ങും. ഉച്ചയ്ക്ക് 2-ഓടെ എഴുന്നള്ളിപ്പ് വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തുമ്പോൾ മേളപ്രേമികളുടെ ഹൃദയതാളം കൂട്ടുന്ന ഗ്രേറ്റ് സിംപണി എന്നറിയപ്പെടുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാകും. പാറമേക്കാവ് ഭാഗത്തിൻ്റെ എല്ലാ സജീവകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നാളെയാണ് തൃശ്ശൂർ പൂരം. പൂരമെന്ന് പറയുന്നത് ജാതി മത ഭേദമന്യേ എല്ലാ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു പൂരമാണ്. 2.5 മണിക്കൂറോളം നീളുന്ന ഇലഞ്ഞിത്തറ മേളം കുട്ടിക്കലാശിക്കുന്നതോടെ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ ദൈവീക സദസ്സെന്നറിയപ്പെടുന്ന തെക്കോട്ടിറക്കം. പിന്നീട് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ മുഖാമുഖം നിരക്കും. തുടർന്നാണ് ലോകമെമ്പാടുമുള്ള പൂരാസ്വാദകർ കാത്തിരിക്കുന്ന വാനിൽ വർണ്ണങ്ങൾ നീരാടുന്ന കുടമാറ്റം അരങ്ങേറുക. ഇതോടെ പകൽ പൂരത്തിന് സമാപനമാകും. രാത്രിയിലും പൂരം തനിയാവർത്തനങ്ങൾ. ശനിയാഴ്ച പുലർച്ചെ 3-ന് പൂരാസ്വാദകരുടെ തെക്കിൻകാടിന്റെ മാനത്ത് പാറമേക്കാവും തിരുവമ്പാടിയും വെടിക്കെട്ടിന്റെ വർണ്ണലോകം ചമയ്ക്കും. തുടർന്ന് രാവിലെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ പകൽപൂരം ആരംഭിച്ച് പിന്നീട് വടക്കുംനാഥനെ വണങ്ങി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് 36 മണിക്കൂർ നീളുന്ന പൂരങ്ങളുടെ പൂരത്തിന് സമാപനമാക്കുക. ഒരാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ സ്വപ്നസാഫല്യവുമായി വാദ്യഘോഷങ്ങളും ദൃശ്യചാരുതയും സമ്മോഹനവുമായി സംഗമിക്കുന്ന ദേവോത്സവമെത്തി. പൂരപ്രേമികളുടെ മനസ്സിൽ ഇനി ആഘോഷത്തിമിർപ്പിന്റെ മണിക്കൂറുകളാണ്. വടക്കുംനാഥന്റെ മണ്ണിൽ പൂരം കൊട്ടിത്തകർക്കുമ്പോൾ മണ്ണും വിണ്ണും ആഘോഷക്കാഴ്ചകളാൽ നിറയും. നാടും നഗരവുമെല്ലാം ഇനി വർണ്ണനാഥ ദൃശ്യവിസ്മയങ്ങളുടെ വസന്തോത്സവ ലഹരിയിലേക്ക്. ഇനി വഴികളായ വഴികളെല്ലാം വടക്കുംനാഥൻ കുടികൊള്ളുന്ന പൂരനഗരിയിലേക്ക്. നാട്ടിടവഴികളിൽ, നഗരവീഥികളിൽ ആനകളുടെ ചങ്ങലക്കിലുക്കവും മേളപ്പെരുക്കവും പൂരച്ചന്തം നിറയുകയായി. അതെ, നാളെയാണ് പൂരങ്ങളുടെ പൂരം. അക്ഷമരായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളും ഒപ്പം പൂരനഗരിയും. മേടമാസത്തിലെ പൂരം നാളിൽ മണ്ണിലും വിണ്ണിലും പൂരങ്ങളുടെ പൂരം പുലരുന്നതിനായി. TCB തൃശൂർ.